നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്ന് നോക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മിറാക്കിൾ എന്താണെന്ന് നോക്കുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണുള്ള ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഫീലിങ്സ് എന്താണ്, അവരുടെ ഒരു എനർജി എന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻഡ്ലെസ് ആണ്. നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം മാനിഫെസ്റ്റേഷൻസ് എനർജിയോടുകൂടി നൽകുന്നതാണ്. നിങ്ങളത് എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടുമാണോ കാണാൻ ശ്രമിക്കുന്നത്, അത്രത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് പോസിറ്റീവ് ആകുന്നതായിരിക്കും. ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും ഈ എനർജികൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളുക. കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഇൻഫർമേഷൻസും കണക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിനെ പോസിറ്റീവായി കണ്ടുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി തന്നെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുക. നിങ്ങളുടെ നെഗറ്റീവാകുന്ന എനർജികളെയും നെഗറ്റീവാകുന്ന നിങ്ങളുടെ ഉള്ളിലെ സോളിലുള്ള തോട്ട്സുകളെയും എല്ലാം ഹീലാക്കി കളയാനും തീർച്ചയായിട്ടും ഓരോ റീഡിങ്സും പ്രയോജനപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത്, ഇതെല്ലാം യൂണിവേഴ്സൽ നൽകുന്ന ഒരു ഗൈഡൻസ്, ഒരു സപ്പോർട്ടായിട്ട് മാത്രം കണ്ട് ഒരു ഗൈഡൻസ് ആയിട്ട് കണ്ടെടുക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സ് നോക്കാം. നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ വന്നിരിക്കുന്ന 3 ഓഫ് സോഴ്സ് ആണ് കേട്ടോ. നിങ്ങൾ തുടങ്ങി വെച്ച എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇമോഷണൽ പരമാവുന്ന ശക്തമാവുന്നൊരു ചീറ്റിങ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു ബന്ധനത്തിൽ പെട്ട് കിടക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുകയും ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്ത വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചു എന്നാണ് കാണുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തുടങ്ങി വെച്ച ചില കാര്യങ്ങളിൽ സംഭവിച്ചു പോയ ചില സ്വരച്ചേർച്ചക്കേടുകളായിരിക്കാം, കൺഫ്യൂഷൻ വന്നു പോയതായിരിക്കാം ലൈഫുമായിട്ട് കണക്ട് ചെയ്തപ്പം. എന്താണെങ്കിലും നിങ്ങൾ വളരെയധികം ശക്തമാകുന്ന ഒരു ഇമോഷണൽ ചീറ്റിങ്ങിൽ പെട്ട് നിൽക്കുന്നതായിട്ടും അതല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ വളരെയധികം മാനസികമായിട്ടും തകർന്ന് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അത് ഫിനാൻഷ്യൽ പരമാകുന്നൊരു കാര്യത്തിലും ആവാം നിങ്ങൾക്ക് ശക്തമാകുന്നൊരു ചീറ്റിംഗ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫിലുള്ള, അതായത് മുൻകാലങ്ങളിൽ പരിചയമുള്ള ഒരു പാസ്റ്റ് സിറ്റുവേഷൻസിലുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും റിയൂണിയൻ സംഭവിച്ച് വന്ന ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു ചീറ്റിംഗ് ലഭിച്ച ഒരു എനർജി കാണുന്നുണ്ട്. കാരണം അത്രത്തോളം ആഴത്തിൽ നിങ്ങൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും നിങ്ങളുടെ പ്രാണനേക്കാൾ അപ്പുറം നിങ്ങൾ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയിൽ നിന്നും, അതായത് പാസ്റ്റ് ലൈഫിൽ നിന്ന്, നിങ്ങളുടെ മുൻകാലങ്ങളിലെ ലൈഫ് സിറ്റുവേഷൻസിൽ നിന്നും കടന്നു വന്ന ഒരു വ്യക്തിയുടെ ഇമോഷൻ പരമാകുന്ന ചീറ്റിംഗ് കൂടി നിങ്ങൾക്ക് ശക്തമായിട്ടും നേരിടേണ്ടി വന്നു എന്നാണ് നമുക്കിതിനകത്ത് കിട്ടിയിരിക്കുന്ന എനർജി. അപ്പോൾ ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങളുടെ കരിയർ എനർജിയിലാണെങ്കിലും വളരെ ശക്തമാകുന്ന 3 സിറ്റുവേഷൻസുകളിൽ വളരെ ശക്തമാകുന്ന ചീറ്റിങ്, ഇമോഷണൽ പരമാകുന്ന ചീറ്റിങ് സംഭവിച്ച് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ പെട്ട് നിൽക്കുന്നു. നിങ്ങൾക്കതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ഈ ഒരു വേദന, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ഇമോഷൻസ് മറ്റുള്ളവർ നിങ്ങളെ വാച്ചിങ് ചെയ്യുന്നുണ്ട്, അറിഞ്ഞ് വാച്ചിങ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്കത് ഒരുപാട് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനോ പറ്റാത്ത വിധം ശരിക്കും നിങ്ങളൊരു ട്രാപ്പിലായി നിൽക്കുന്നു, ഇമോഷണൽ ട്രാപ്പ്ഡ് എനർജിയിൽ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റും. അതായത് തുറന്നൊന്ന് കരയാൻ പോലും പറ്റാത്ത വിധം. കാരണം നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ നല്ല രീതിയിൽ വീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ
മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്, നിങ്ങൾ എന്താണ് ഇനി നെക്സ്റ്റ് ആക്ഷൻ എടുക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത മറ്റുള്ളവരിലുണ്ട്. അവർ നിങ്ങളെ ശരിക്കും വീക്ഷിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ശരിക്കും ഒരു പെയിൻഫുൾ ആകുന്ന ഒരു സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ അത്രത്തോളം ഫോക്കസിങ് ചെയ്തിട്ടും നിങ്ങൾക്കൊരു ബർഡൻ ആയിരുന്നു ആ സിറ്റുവേഷൻസുകളെന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ പ്രഷ്യസ് ആയിട്ട് കണ്ടു, നിങ്ങളുമായിട്ട് ഏറ്റവും കണക്റ്റ് ചെയ്തു, നിങ്ങളത് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെച്ചു എങ്കിൽ പോലും നിങ്ങൾക്കത് ലഭ്യമാകുമെന്ന് ചിന്തിച്ച്, നിങ്ങൾക്കൊരു സക്സസ് ചിന്തിച്ചു, നിങ്ങൾക്ക് ഇമോഷണൽ പരമാകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടും നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു ബർഡൻ വന്നു ചേർന്നു. അതായത് നിങ്ങളൊരു ഭാരം ഇറക്കി വെക്കേണ്ട രീതിയിൽ, എല്ലാം അവസാനിപ്പിക്കേണ്ട രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളിലേക്ക് വേറെയും ഇമോഷൻസുകൾ, ചോയ്സുകൾ വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊന്നിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്കൊന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്താണ് ഇനി നെക്സ്റ്റ് ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത ആ ഒരു സിറ്റുവേഷൻസിനെ പോലും നിങ്ങൾക്ക് അവോയ്ഡിങ് ചെയ്യാനോ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവാനോ അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുള്ളാകുന്ന കാര്യങ്ങളെ ഹീലാക്കാനോ പറ്റുന്നില്ല. അത്രത്തോളം നിങ്ങൾ അതിൽ സ്റ്റക്കഡാണ്. എന്നാൽ നിങ്ങളിലേക്ക് വരുന്ന ചോയ്സിനെ നിങ്ങൾക്ക് ഒരു രീതിയിലും സ്വീകരിക്കാൻ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും പറ്റുന്നില്ല. കാരണം ഒരു ഹെൽത്ത് പരമായിട്ട് പോലും നിങ്ങൾ ഓക്കെ അല്ല എന്നുള്ള എനർജിയിൽ നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും ഇതിനകത്ത് ഒരു കിങ് ഓഫ് കപ്സിലേക്ക്, അതായത് ഇമോഷണൽ ബാലൻസിലേക്ക്, മെച്യൂരിറ്റിയിലേക്ക് മാറുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. നിങ്ങളിൽ ഒരു ചേഞ്ചിങ് വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ചേഞ്ച് വരുത്തേണ്ട ടൈം ആയിരിക്കുന്നു. കാരണം സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മാറുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ശരിക്കും ഇതിനകത്ത് ഒരുപാട് ആളുകൾ മാനിഫെസ്റ്റിംഗ് എനർജി, മെഡിറ്റേഷൻസ്, മറ്റു കാര്യങ്ങൾ, നല്ല രീതിയിൽ ശക്തമാവുന്ന പ്രാർത്ഥന, ഇങ്ങനെയൊക്കെയുള്ളൊരു എനർജിയിലൂടെ കടന്നു പോയി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ആ ഒരു പെയിൻഫുള്ളായ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും, നിങ്ങളിലേക്ക് പോസിറ്റീവ് ആകുന്ന ചില എനർജികളെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, റിലാക്സിങ് മൈൻഡിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശക്തമായിട്ട് മറ്റെല്ലാ സാഹചര്യങ്ങളെയും മാറ്റി വെച്ച് ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് തിരിച്ചറിവുണ്ട് എന്താണ് ലൈഫിൽ സംഭവിച്ചത്, എവിടെയാണ് ഫാൾട്ട് ഉണ്ടായത്, എവിടെയാണ് ചീറ്റിംഗ് ചെയ്യപ്പെട്ടത്, അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങളിലേക്ക് യൂണിവേഴ്സലിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്നൊരു, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു എനർജി കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. നിങ്ങൾ ശരിക്കും തന്നെ ഇമോഷണൽ ബാലൻസിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കുറേ ആളുകളുടെ എനർജി എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റിംഗ് പവർ നല്ലൊരു ടോപ്പ് എനർജിയിലേക്ക് എത്തിത്തുടങ്ങി. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് മാറുന്ന, അതായത് ഒരു കോൺഫിഡൻസോട് കൂടി മാറണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെ ഒന്നും കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറയുന്നത് പോലെ ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ എനർജിയിലാണെങ്കിലും അതുപോലെ ഇമോഷണൽ പരമായിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് ചോയ്സുകൾ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് എനർജി, നിങ്ങൾ സെൽഫായിട്ട് തന്നെ നിങ്ങൾ ആയി നിൽക്കുന്നു. അതായത് നിങ്ങൾ സ്വയം ഒരു ബന്ധനത്തിലായി നിൽക്കുകയാണ്. കാരണം ഒന്നിനെയും നിങ്ങൾക്ക് ഒരിക്കലും കണക്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്ട്രെങ്ത് ഉള്ള പേഴ്സണാണ്. സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളെ തീരുമാനിക്കാനും നല്ല പവർഫുള്ളായിട്ട് കാര്യങ്ങൾക്ക് പരിഹാരം കാണാനും സാധിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന ചോയ്സുകളിൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലവും അനുയോജ്യവുമാകുന്ന കാര്യങ്ങളെ മാത്രം സെലക്ട് ചെയ്യുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ ഒരു സക്സസ്, ഒരു വലിയ സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് ഒരു ലൈഫ് സിറ്റുവേഷൻ തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾ ആരുമെങ്കിലും ആയിട്ടുള്ള ഇമോഷൻസ് മറന്നു പോവുകയോ മറ്റൊരു വ്യക്തിയുടെ സ്നേഹവും സാന്നിധ്യവും നിങ്ങളിൽ വന്നിരുന്നത് നിങ്ങൾ തിരിച്ചറിയാതെ പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. അതായത്
നല്ല ശക്തമാകുന്ന ഒരു റീയൂണിയൻ, ഒരു സപ്പോർട്ടിങ്, ഒരു സോൾ സപ്പോർട്ടിങ് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ആ ലഭിക്കേണ്ട സപ്പോർട്ട് പാസ്റ്റിൽ തന്നെയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇമോഷണൽ പരമായിട്ടാണെങ്കിലും സക്സസ്, ഏത് രീതിയിലെ സക്സസ്സും നിങ്ങൾക്ക് പാസ്റ്റിൽ നിന്ന് തന്നെയാണ് കണക്റ്റ് ചെയ്തെടുക്കേണ്ടത്. നിങ്ങളുടെ ഈ ഒരു സാഹചര്യം, ഇപ്പം നമുക്ക് കിട്ടിയ ഒരു എനർജി കറക്റ്റ് ചെയ്യണമെങ്കിൽ അത് പാസ്റ്റിൽ നിന്ന് തന്നെ കറക്റ്റ് ചെയ്ത് വരേണ്ടതായ ചില കാര്യങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നൊരു മിറാക്കിൾ, അതായത് പ്രപഞ്ചം നൽകുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കേട്ടോ. നിങ്ങൾക്കൊരു ലോട്ടറി ഭാഗ്യം പോലുള്ള എനർജി, അതുപോലെ നിങ്ങളുടെ കർമ്മ, നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻഫുള്ളായ സാഹചര്യം തീർച്ചയായിട്ടും എൻഡാകുന്നു, അവസാനിച്ചു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാകുന്നതായിട്ടും, നിങ്ങൾ എന്താണോ ഫോക്കസിങ് ചെയ്യുന്നത്, നിങ്ങൾ വളരെ ശക്തമായിട്ട് ഫോക്കസിങ് ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങൾക്കുള്ളത് തന്നെയാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ എന്തിനെങ്കിലും ഒരു സ്നേഹബന്ധത്തിന് വേണ്ടിയിട്ടാണെങ്കിലും, എന്ത് കാര്യത്തിനാണെങ്കിലും, ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ പരമാണെങ്കിലും, നിങ്ങൾ എന്താണോ ഫോക്കസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്കുള്ളതാണ്. അവിടെ ഒരു ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾക്ക് വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് അതിനുള്ള ഒരു ഇന്നർ കോളിംഗ് അല്ലെങ്കിൽ ഒരു ഇന്നർ ഗൈഡൻസ് തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉടനെ തന്നെ ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് ലഭിക്കും. പോസിറ്റീവായിട്ടൊരു ഡിസിഷൻ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത്. നമുക്കിവിടെ ആദ്യത്തെ റീഡിങ്സ് കിട്ടിയല്ലോ, നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് വരുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രഷ്യസ് ആയ ഒരു ചോയ്സിനെ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റിയോട് കൂടി സെലക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത്. അതുപോലെ ലൈഫിൽ ഒരു പുതിയ തുടക്കം, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന, നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്ന എന്ത് കാര്യമായിക്കോട്ടെ, ആ ഒരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും വലിയ സക്സസ്സിലേക്കൊരു ഫയർ എനർജിയിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നത്. ഏറ്റവും നല്ല രീതിയിൽ അതൊരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വലിയൊരു സ്റ്റാർ എനർജിയിലേക്ക്, അതായത് മറ്റെല്ലാ സിറ്റുവേഷൻസേക്കാളും ടോപ്പ് എനർജിയിൽ ഒരു സ്റ്റാറായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. നിങ്ങളൊരു മോട്ടിവേഷൻ എനർജിയായി തീരും മറ്റുള്ള ആളുകൾക്ക്, നിങ്ങളുമായിട്ട് സഹകരിക്കുന്നവർക്ക്, നിങ്ങളുടെ സാന്നിധ്യം ലഭിക്കുന്ന എല്ലാവർക്കും. നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസ് ചേഞ്ച് ആകുന്നത് തന്നെ ഒരു മോട്ടിവേഷൻ പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ടോപ്പ് എനർജിയിലേക്ക് നിങ്ങളെ എത്തിക്കുമെന്നുള്ളൊരു മിറാക്കിളാണ് ലൈഫിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുകയും നഷ്ടത്തെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യരുത്. മുന്നോട്ടേക്ക് തന്നെ സ്ട്രെങ്ത് ആയിട്ട് പോവുക. കാരണം ഒരു സ്റ്റാർ എനർജിയാണ് നിങ്ങളിൽ കാണാൻ പോകുന്നത്. മറ്റുള്ളവരാൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുകയും മറ്റുള്ളവരെ നിങ്ങളിലൂടെ പാഠങ്ങൾ പഠിക്കാൻ, നിങ്ങളിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ പാകത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് പേരൻസിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെ ഒരു ഗൈഡൻസ് എപ്പോഴും ഉണ്ടെന്നുള്ള കാര്യവും ഓർക്കുക. കൂടാതെ തന്നെ നിങ്ങൾ ഇമോഷൻസ്, നിങ്ങളിപ്പോൾ വെയിറ്റിംഗ് ചെയ്യുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, തിരിച്ചു വരുമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു നെഗറ്റീവ് ഇമോഷൻസിന്, അതായത് നിങ്ങൾക്ക് ലഭിച്ച ഒരു ചീറ്റിങ്ങിനെ തിരിച്ചറിയുകയും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അതായത് പൂർണ്ണമായും ആ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റ് ചെയ്ത പെയിൻഫുള്ളായ ആ ഒരു എനർജീനെ നിങ്ങൾക്ക് ഹീലാക്കി കളയാനും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എസ്കേപ്പ് ചെയ്ത് പോകാനും സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് കൊണ്ടുപോകും. അതായത് നിങ്ങൾ തിരിഞ്ഞു നടന്നാൽ, നിങ്ങൾ എവിടെയാണോ ഇമോഷണൽ പരമായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, നിങ്ങൾക്ക് അർഹതയില്ലാതെ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാത്ത ആ ഒരു ഇമോഷൻസിന് വേണ്ടി നിങ്ങൾ യാചിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും നിങ്ങളൊരു കപ്പ് ഓഫ് ലവ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് തിരിച്ചു വന്നാൽ സ്വീകരിക്കണം, ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇമോഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിങ്സ്, ഒരു സ്റ്റാർ എനർജി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ഒരു ഷാഡോ എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്താണെന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ, നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ ഒരു ഒരു ഷാഡോ എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകുകയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. നിങ്ങൾക്ക് അതിൻ്റെ ഒരു സിമ്പിൾസൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ ബട്ടർഫ്ലൈയുടെ രൂപത്തിലാവാം, ഏഞ്ചൽസ് നമ്പറിൻ്റെ രൂപത്തിലാവാം. നിങ്ങൾക്ക് ചില പ്രൊട്ടക്ഷൻ സിമ്പിളുകളെല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ബ്ലെസ്സിങ്സ്, വെറൈറ്റി ആയ പൂക്കൾ, നമ്മൾ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ഫ്ലവറുകളുടെയൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ്
നമുക്കിതിനകത്ത് കാണിച്ചു തരുന്നത്. അതുപോലെ സിംഗിളായിട്ടുള്ളവർ ഇനി ഒരു വിവാഹം ലൈഫൊന്നും ഇല്ല, ലൈഫിൽ ഇനി ഒന്നുമില്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു യഥാർത്ഥ പാർട്ട്ണറെ, നിങ്ങളുടെ ഒരു വിവാഹം പോലുള്ള എനർജി, കൂടിച്ചേരൽ, ഒത്തുചേരൽ, മറ്റുള്ളവരുടെ ഒരു അഡ്വൈസ് ഗൈഡൻസോടുകൂടി നിങ്ങൾക്കൊരു ഒത്തുചേരാൻ പറ്റുന്ന ഒരു എനർജി വരുന്നു. ഇല്ല എന്നും കൺഫ്യൂസ്ഡ് ആയിട്ട് നഷ്ടപ്പെട്ടു പോയോ തിരിച്ചു കിട്ടുമോ ഒരു ലൈഫെന്ന് ചിന്തിക്കുന്ന ആ ഒരു എനർജിയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മാറാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഫാദർ എനർജി നിങ്ങളെ വളരെയധികം പ്രൊട്ടക്റ്റിംഗ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് വളരെയധികം തിങ്കിങ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട് ആ ഒരു എനർജി കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം അവരുടെ ഒരു സ്വപ്നമാണ് നിങ്ങളുടെ ജീവിതത്തിലെ വിജയം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജീവിതം എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുകയും ചില കാര്യങ്ങളെ ലൈഫിൽ നിന്ന് എൻഡ് ആക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു സ്വപ്നം റിയാലിറ്റി ആക്കാൻ സാധിക്കും. അത്രയും പവർ നിങ്ങൾക്കുണ്ടെന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ ഫൈറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന, മൂവ് ഓൺ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ബൗണ്ടറി ഇടുക എന്നാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ പൂർണ്ണമായും ബ്ലോക്കാക്കി കളയാനോ ബൗണ്ടറി ഇടാനോ ഉള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാകുന്നു. നിങ്ങൾ മാറ്റം സംഭവിക്കുന്നു. ഇമോഷണൽ പരമാകുന്ന ഒരു പോസിറ്റീവും ഒരു സ്ട്രോങ്ങുമായൊരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത്. അതുപോലെ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സ്റ്റക്ക് എനർജിയാണ് കേട്ടോ അവർക്ക്. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും തലകുത്തനെയാണ്, അവർക്കൊന്നും നടക്കുന്നില്ല. ഒരു ചേഞ്ചിങ്, ഒരു എന്താ പറയുക, അവരുടെ ലൈഫിൽ അവരിങ്ങനെ വെയിറ്റിംഗ് ചെയ്യുന്ന എല്ലാ കാര്യം സ്ലോവിലിയാണ്, ഡിലേ ആണ് അവരുടെ ലൈഫിലേക്ക് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷനിൽ സംഭവിച്ചു പോയ പ്രശ്നങ്ങളെക്കുറിച്ച്, അതല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായ ചില ട്രാജഡികൾ, ദുരിതങ്ങൾ നിറഞ്ഞ ചില സിറ്റുവേഷൻസുകൾ, അതെല്ലാം ഒന്ന് മാറി ഒരു വലിയൊരു ചേഞ്ചിങ് വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് സറണ്ടർ ചെയ്താലോ എന്നൊക്കെ ഉള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷെ അവർ വെയിറ്റിംഗ് ചെയ്യുകയാണ് കേട്ടോ. എടുത്തു ചാടി ഒരു കാര്യങ്ങൾക്കും തീരുമാനം എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. ഒരു ഡെത്ത് ആൻഡ് റീബർത്ത്, ഒരു പോസിറ്റീവ് ആകുന്ന ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളും തമ്മിലുള്ള റിലേഷനിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഹൈഡിങ് ചെയ്തിരുന്നു. ആ ഒരു കാര്യം അവരെ വളരെയധികം കുറ്റബോധപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ മറച്ചു വെച്ചിരുന്ന എനർജിയാണ് കാണുന്നത്. ശരിക്കും അവരിപ്പം സ്വയം ഹീലാകുന്നു. കാരണം അവരുടെ കുറ്റങ്ങൾ, അവർ ചെയ്തു പോയ ചില തെറ്റുകൾ, നിങ്ങളോട് കാണിച്ച ചില കാര്യങ്ങൾ, ബിഹേവ് ചെയ്തത്, നിങ്ങളോട് സംസാരത്തിലുണ്ടായ കോൺഫ്ലിക്റ്റുകൾ, ഇതെല്ലാം അവരെ വളരെയധികം ഒരു മാനസിക പിരിമുറുക്കം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കുറ്റബോധത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ തന്നെ അവരോട് വിലയിരുത്തുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ വാല്യൂ എന്താണെന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കാലം അവർക്കത് വ്യക്തമാക്കി കൊടുക്കുന്നതാണ്. എന്താണ് ശരി തെറ്റെന്നുള്ള ഒരു ക്ലിയറൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് കാലം കാണിച്ചു കൊടുക്കുന്നു. അതായത് അവരുടെ ഇപ്പോഴത്തെ ഒരു സമയമെന്ന് പറയുന്നത് ഒരു തിരിച്ചറിവിൻ്റെ, ലൈഫിൽ വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ അവർ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് അവർക്ക് ഒരു പുനർവിചിന്തനം ചെയ്യേണ്ടി വരുന്ന, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ അവർ മാനിഫെസ്റ്റിംഗ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്ന് പറയാം. നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച്, നിങ്ങൾക്ക് ഈ ഒരു എനർജി കണക്റ്റഡ് ആകുന്ന ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്നും മാത്രമാണ് ആ ഒരു വ്യക്തിക്ക്, ആ വ്യക്തി ചിന്തിക്കാത്തതിനും അപ്പുറമുള്ള ഒരു സ്നേഹവും സപ്പോർട്ടും ലഭിച്ചിരിക്കുന്നത്. നിങ്ങളെ തന്നെയാണ് ഒരു വ്യക്തി ഇമോഷണലി ശക്തമായി ചീറ്റിംഗ് ചെയ്ത്. ആ ഒരു ഫസ്റ്റ് നമുക്ക് കിട്ടിയ കാർഡും ലാസ്റ്റ് വന്നിരിക്കുന്ന 2 ഓഫ് കപ്സിൻ്റെ സപ്പോർട്ട് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ചീറ്റിംഗ് എനർജിയാണ്. ഇമോഷണൽ ചീറ്റിംഗ് ചെയ്യപ്പെട്ടതും നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി പാസ്റ്റിൽ നിന്ന് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് സെക്കൻഡ്
ചാൻസിൽ കടന്നു വന്നൊരു പേഴ്സൺ തന്നെയാണ്. ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ മാപ്പ് പറയും. നിങ്ങളുടെ മുന്നിൽ ആ ഒരു പേഴ്സൺ വന്ന് നിൽക്കും. ആ വ്യക്തി ചെയ്ത തെറ്റുകൾ ഏറ്റു പറയേണ്ടി വരും. കാരണം നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ ഒരു പ്രപഞ്ചത്തിൻ്റെ, അതായത് ഡിവൈൻ്റെ ഒരു എനർജി കണക്റ്റഡ് ആയ രണ്ട് സോളുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു ചെയ്ത പ്രവൃത്തിയുടെ ഫലം ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുമെന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്ന എനർജി. കുറ്റബോധം ശരിക്കും അനുഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രത്തോളം ആ ഒരു പേഴ്സണെ ഫോളോ ചെയ്തിരുന്നു. ആ ഒരു വ്യക്തിക്ക് പിന്നാലെ നിങ്ങൾ അത്രത്തോളം താഴ്ന്ന് നിന്നിരുന്നു, താഴ്ന്ന എനർജിയോടുകൂടി ചെന്നിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ആ ഒരു വ്യക്തി അത് ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ റിയൂണിയൻ കണക്റ്റ് ചെയ്യും. നിങ്ങളോട് മനസ്സ് തുറന്ന്, ഹൈഡിങ് എനർജി എന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഓപ്പൺ എനർജിയിലേക്ക്, മനസ്സ് തുറന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ആ ഒരു എനർജിയിലേക്ക് വന്ന് നിൽക്കുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.